ദേ പെണ്ണെ, കുറെ കാലമായി ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് എന്തേലും ഒന്ന് വാ തുറന്ന് പറ. ടിപ്പർ ലോറിയുടെ ഇരമ്പൽ കേട്ടപ്പോഴേ മായയ്ക്ക് നെഞ്ചിടിപ്പ് തുടങ്ങിയിരുന്നു. അയാളുടെ കണ്ണിൽ പെടാതിരിക്കാനായി കുട കൊണ്ട് മറച്ചു പിടിച്ച് റോഡിന്റെ അരിക്ക് പറ്റി നടന്നെങ്കിലും അയാൾ തന്നെ കണ്ടുപിടിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. നിന്റെ മറുപടി കിട്ടിയിട്ട് വേണം എന്റെ വീട്ടുകാരെ നിന്റെ വീട്ടിലേക്ക് അയക്കാൻ. ഈ നാട്ടിൽ വേറെ പെമ്പിള്ളാരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മറ്റാരെയും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. ലോറി സൈഡാക്കി നിർത്തിയിട്ട് അയാളിറങ്ങി വന്ന് അവളോടൊപ്പം നടക്കാൻ തുടങ്ങി. എനിക്ക് നിങ്ങളെ പേടിയാ, അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെടാനും കഴിയില്ല. ഞാൻ നിങ്ങളിൽ നിന്നും എത്ര പ്രാവശ്യം ഒഴിഞ്ഞു മാറി നടന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലേ? എവിടുന്നോ കിട്ടിയ ധൈര്യം സംഭരിച്ച് ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു. മുഖമടച്ച് ഒരടി കിട്ടിയ പോലെ അയാൾ സ്തബ്ധനായി നിന്നുപോയി. അയാൾ തന്നെ പിന്തുടരുന്നില്ലെന്നുറപ്പായപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. ആശ്വാസത്തോടെ അവൾ കാല് വലിച്ചു വച്ച് നടന്നു. ചൂളത്തെരുവിലെവിടെയോ ആണ് അയാളുടെ വീടെന്ന് കൂട്ടുകാരി ദേവിക പറഞ്ഞുള്ള അറിവ് മാത്രമേ മായയ്ക്കുള്ളൂ. 6 അടി പൊക്കമുള്ള ആജാനുബാഹുവായ കറുത്തിട്ടൊരാൾ, കൊമ്പൻ മീശയും കണ്ണുകളിലെ ചുവപ്പും ആകെ കൂടി ഒരു തെരുവ് ഗുണ്ടയുടെ ലുക്കായിരുന്നു അയാൾക്ക്. നിന്റെ തൊലി വെളുപ്പ് കണ്ടിട്ടാടി ഇവന്മാരൊക്കെ നിന്റെ പുറകെ മണപ്പിച്ചു വരുന്നത്. കാര്യം കണ്ടു കഴിയുമ്പോൾ അവന്മാര് പാട്ടിന് പോകും, പിന്നെ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണില്ല. അല്ലേലും ഈ ലോറിക്കാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അവര് ചെല്ലുന്നിടത്തൊക്കെ പെണ്ണുങ്ങളുണ്ടാവും. ദേവിക പറഞ്ഞതൊക്കെ വസ്തുതകളാണെന്ന് മായയ്ക്കും തോന്നിയിരുന്നു. കോളേജ് കാലം തൊട്ടേ തന്റെ പുറകെ പലരും നടന്നിട്ടുണ്ട്. അത് താൻ സുന്ദരിയായത് കൊണ്ടല്ലേ? അയാൾക്ക് തന്നോട് തോന്നിയത് തന്റെ തൊലി വെളുപ്പിനോടുള്ള ആകർഷണം മാത്രമാണ്. ദേവിക പറഞ്ഞതുപോലെ തന്നെ അയാൾ ഭ്രമം തീരുമ്പോൾ കറിവേപ്പില പോലെ പുറം തള്ളും. അല്ലെങ്കിലും കോളേജ് ബോയ്സിൽ പലരും സുന്ദരന്മാരായിരുന്നു. അവരോട് തനിക്ക് പ്രണയം തോന്നിയിട്ടില്ല, പിന്നെ ഇയാളോട് തോന്നാൻ പോകുന്നത്? അയാളുടെ രൂപം മനസ്സിൽ ഒരു പുഷ്പത്തോടെ കുഴിച്ച് മൂടിയിട്ട് മായ വീട്ടിലേക്ക് നടന്നു. ചെറുക്കൻ നല്ല വിദ്യാസമ്പന്നനും സൽസ്വഭാവിയുമാണ്. മാത്രമല്ല ബാംഗ്ലൂരിൽ വലിയൊരു കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജരുമാണ്. അമ്മാവനാണ് കാർത്തിക്കിന്റെ ആലോചനയുമായി വന്നത്. ഫോട്ടോ കണ്ടപ്പോൾ മായയ്ക്കോ പയ്യനെ ഒരു പാടിഷ്ടമായി. പിന്നെ പെണ്ണ് കാണലും കല്യാണമുറപ്പിക്കലും വളരെ വേഗത്തിലായിരുന്നു. കല്യാണത്തിനുള്ള മുഹൂർത്തം 6 മാസത്തിന് ശേഷമേയുള്ളൂ എന്നറിഞ്ഞപ്പോൾ കാത്തിരിക്കാൻ ഇരുകൂട്ടരും തയ്യാറായി. അപ്പോഴേക്കും അവർ പരസ്പരം ഒരു പാടടുത്തു കഴിഞ്ഞിരുന്നു. മണിക്കൂറുകളോളം നീളുന്ന ചാറ്റിങ്ങും വീഡിയോ കോളുകളും അവരുടെ പ്രണയത്തെ ദൃഢമാക്കി. നീയില്ലാത്തൊരു നിമിഷത്തെക്കുറിച്ച് പോലും എനിക്കിപ്പോൾ ചിന്തിക്കാനാവുന്നില്ല. ശരിയാണ് കാർത്തിക്, എന്റെ ഹൃദയമിടിപ്പ് പോലും ഇപ്പോൾ നിന്റെ പേരാണ് ഉച്ചരിക്കുന്നത്. പ്രണയാതുരമായ സംഭാഷണങ്ങളിൽ മുഴുകിക്കൊണ്ടാണവൾ